ഗ്രീൻ കാർഡ് ഉടമയായ സ്ത്രീയെ വിദേശയാത്രയ്ക്ക് ശേഷം യുഎസിലെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിലെടുത്ത വിഷയം ഇപ്പോൾ ഏറെ ചർച്ചയായി മാറിയിരിക്കുകയാണ്. അയർലൻഡുകാരിയായ ക്ലിയോണ വാർഡ് എന്ന സ്ത്രീ കഴിഞ്ഞ 30 വർഷത്തിലധികമായി അമേരിക്കയിലെ സാന്റാക്രൂസിൽ താമസിച്ചു വരികയാണ്. എന്നാൽ വിദേശയാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴാണ് ഇവരെ ICE അധികൃതർ കസ്റ്റഡിയിലെടുത്തത്. 54-കാരിയാണ് ക്ലിയോണ വാർഡ്. ഇവരുടെ കേസുമായി ബന്ധപ്പെട്ട നിയമപരമായ ചിലവിനുള്ള പണം കണ്ടെത്താൻ സഹോദരി ഓർല ഹോളുടെ GoFundMe എന്ന ഫണ്ട് റൈസർ പ്ലാറ്റ്ഫോമിൽ ഒരു പേജ് തുടങ്ങിയിട്ടുണ്ട്. ഈ പേജിലാണ് ഇവരുടെ പ്രശ്നത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത്. ഡിമെൻഷ്യ ബാധിച്ച അച്ഛനെ സന്ദർശിക്കാൻ അയർലൻഡിൽ പോയി തിരികെ എത്തിയ ക്ലിയോണ മാർച്ചിലാണ് ഈ നിയമപ്രശ്നം ആദ്യമായി നേരിടേണ്ടി വന്നത്. സാൻ ഫ്രാൻസിസ്കോ എയർപോർട്ടിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇവരെ തടയുകയായിരുന്നു എന്ന് NBC റിപ്പോർട്ട് ചെയ്യുന്നു. 2003 മുതൽ 2008 വരെയുള്ള ക്രിമിനൽ റെക്കോർഡുകളായിരുന്നു ഇതിന് കാരണം. ഇതിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ചില കേസുകളും ഉണ്ടായിരുന്നു. എന്നാൽ തൻ്റെ പേരിലുള്ള കേസുകളെല്ലാം ഒഴിവാക്കിയതാണെന്ന് ക്ലിയോണ വാർഡ് അവകാശപ്പെടുന്നു. കാലിഫോർണിയയിലെ ഈ കേസുകൾ ഒഴിവാക്കിയതിൻ്റെ രേഖകൾ ഹാജരാക്കാൻ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു. അതിനുശേഷം ഇവരെ താൽക്കാലികമായി വിട്ടയക്കുകയും ചെയ്തു. ഇതനുസരിച്ച് ഏപ്രിൽ 21-ന് ക്ലിയോണ SFO കസ്റ്റംസിൽ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കി. എന്നാൽ അധികൃതർ അവരെ വീണ്ടും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഈ വിഷയം ഇമിഗ്രേഷൻ ജഡ്ജിയുടെ മുന്നിൽ അവതരിപ്പിക്കാനാണ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടത്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന കുടിയേറ്റക്കാരെ തടങ്കലിൽ വെക്കുകയും നാടുകടത്തുകയും ചെയ്യുന്നത് ട്രംപ് ഭരണകൂടത്തിന്റെ പ്രഖ്യാപിത നിലപാടുകളിലൊന്നായിരുന്നു. അതുകൊണ്ടാണ് ക്ലിയോണ ഈ പ്രശ്നം നേരിടേണ്ടി വന്നത്. ക്ലിയോണയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ സഹോദരി ഓർല ഹോളുടെ NBCയോട് വിശദീകരിക്കുന്നുണ്ട്. തൻ്റെ സഹോദരിക്ക് അമേരിക്കൻ പൗരനായ ഒരു മകനുണ്ട്. അവൻ രോഗിയായതിനാൽ ക്ലിയോണ അവരെ പരിചരിക്കുകയാണ്. ഇതൊരു ദുസ്വപ്നം പോലെ തോന്നുന്നു. അവൾ ഒരു ക്രിമിനൽ അല്ലെന്നും എന്നാൽ അവൾക്കൊരു ക്രിമിനൽ ഭൂതകാലം ഉണ്ടായിരുന്നുവെന്നും അതിനുള്ള ശിക്ഷ അവൾ അനുഭവിച്ചതാണ് എന്നും ഓർല ഹോളിഡേ പറഞ്ഞു. ന്യൂസ് വീക്കുമായുള്ള അഭിമുഖത്തിൽ തൻ്റെ സഹോദരിക്ക് മുമ്പ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ശീലം ഉണ്ടായിരുന്നുവെന്ന കാര്യം ഇവർ തുറന്നു പറയുന്നുണ്ട്. എന്നാൽ അത് 2008-ന് മുമ്പുള്ള കാര്യമാണെന്നും അവർ വിശദീകരിക്കുന്നു. ക്ലിയോണയെ വാഷിംഗ്ടണിലെ ടാക്കോമയിലുള്ള ഒരു ICE കേന്ദ്രത്തിൽ തടവിൽ വെച്ചിരിക്കുകയാണെന്നും സഹോദരി പറഞ്ഞു. താൻ ക്ലിയോണയുമായി സംസാരിച്ചുവെന്നും അവൾ വിഷാദത്തിലാണെന്നും എന്നാൽ ആളുകൾ അവളെ ശ്രദ്ധിക്കുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ അവൾക്ക് സമാധാനമായെന്നും ഓർല കൂട്ടിച്ചേർത്തു. ഇംഗ്ലീഷ് അറിയാത്തതിനാൽ ICE കേന്ദ്രത്തിലുള്ള ക്ലിയോണയ്ക്ക് മറ്റു സ്ത്രീകളുമായി സംസാരിക്കാൻ കഴിയില്ലെന്നും ഓർല പറയുന്നു. ഈ വിഷയത്തിൽ ICE ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. മെയ് 7-ന് ക്ലിയോണയുടെ കേസ് കോടതിയിൽ വരുമെന്ന് NBC റിപ്പോർട്ട് ചെയ്യുന്നു. 20 വർഷം മുമ്പ് നടന്ന ഒരു കേസിന്റെ പേരിൽ ഒരാളെ നാട് കടത്തുന്നത് അംഗീകരിക്കാനാവില്ല, പ്രത്യേകിച്ചും ആ കേസ് ഒഴിവാക്കിയതാണെങ്കിൽ. ക്ലിയോണ വാർഡ് വർഷങ്ങളായി ഇവിടെ ജീവിക്കുന്നുണ്ട്. അവർ ഈ സമൂഹത്തിന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കാലിഫോർണിയയിലെ പ്രതിനിധി ജിമ്മി പനേറ്റയുടെ വാക്കുകളാണിത്. അപകടകാരികളായ കുറ്റവാളികളെ സമൂഹത്തിൽ നിന്ന് നീക്കം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ 50-ലധികം പ്രായമുള്ള ഒരു ഗ്രീൻ കാർഡ് ഉടമയെ പഴയ കേസിന്റെ പേരിൽ തടങ്കലിൽ വെക്കുന്നത് അംഗീകരിക്കാനാവില്ല. ക്ലിയോണ വാർഡിനെ മോചിപ്പിക്കാൻ താൻ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നുണ്ടെന്നും അവർക്ക് നീതി ലഭിക്കാൻ എല്ലാ ശ്രമവും നടത്തുമെന്നും ജിമ്മി പനേറ്റ കൂട്ടിച്ചേർത്തു.